നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 8 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മണ്ഡലത്തിൽ നല്ല കടുത്ത പ്രചാരണ മാനത്തിലാണ് എല്ലാ മുന്നണികളും. LDFിൻ്റെയും UDFിൻ്റെയും രണ്ടാം ഘട്ട പഞ്ചായത്ത് പര്യടനങ്ങൾ ഇന്ന് തുടങ്ങും. ഓരോ ദിവസവും പുതിയ വിവാദങ്ങൾ ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റവും പുതിയ രാഷ്ട്രീയ ആയുധം ജമായത്ത് ഇസ്ലാമിയുടെ UDF പിന്തുണയും PDPയുടെ LDF പിന്തുണയുമാണ്. സുഹൈൽ മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സുഹൈൽ, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലെ ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു വിശ്വസിക്കുന്നു, പറയൂ. ഗുഡ് മോർണിംഗ്. ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോവുകയാണ്. ഇതിങ്ങ് എത്തിപ്പോയി എന്ന് പറയുന്ന മട്ടിൽ തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഇന്നടക്കം 8 ദിവസം കൂടിയാണോ നിലമ്പൂരിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനുള്ളൂ. അതിൽ തന്നെ പരസ്യ പ്രചാരണത്തിന് 6 ദിവസം കൂടി. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ കണ്ടും പരസ്യ പ്രചാരണം നടത്തിയും ജനങ്ങളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഓരോ സ്ഥാനാർത്ഥികളും സ്ഥാനം എത്തിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ ആയിട്ടൊരു മഴക്കാറുണ്ട്. ഇന്നലെ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മഴ വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പും സ്ഥാനാർത്ഥികൾ നെഞ്ചിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പോളിംഗ് ശതമാനമടക്കം ആളുകളിലേക്ക് എത്തുന്നതിലെ ചില തടസ്സമടക്കമൊക്കെ അവർ മുന്നിൽ കാണുന്നതുകൊണ്ടാണ് മഴയടക്കം ഒരു വെല്ലുവിളിയാകുമെന്നൊരു സാധ്യത മുന്നോട്ട് വരുന്നത്. LDFും UDFും NDAയും ആർക്കാണ് എഡ്ജ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ മത്സരിച്ച് പ്രചാരണാവേശത്തിലാണ്. LDFിന്റെയും UDFിന്റെയും ആദ്യഘട്ട പഞ്ചായത്ത് പര്യടനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതായത് നമ്മൾ കടുപ്പമുള്ള പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ രണ്ടാമത് റിവിഷൻ ഉണ്ടാകും. ഇനി LDFിനെയും UDFിനെയും സംബന്ധിച്ചുള്ള റിവിഷൻ ടൈമാണ്. ആ റിവിഷൻ ടൈം കൂടി സെറ്റ് ചെയ്ത് പ്രധാന പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. LDFിന്റെ ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനം നടക്കുന്നത് സ്വരാജിന്റെ സ്വന്തം നാടായ പോത്തുകൽ പഞ്ചായത്തിലാണ്. മന്ത്രിമാരുടെ വലിയ സംഘം തന്നെ സ്വരാജിന് വോട്ട് തേടി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പൊതുപര്യടനങ്ങളുണ്ട്, കുടുംബയോഗങ്ങളുണ്ട്. അങ്ങനെ സജീവമായി LDFിന്റെ പ്രചാരണം ഈ മണ്ഡലത്തിൽ തുടർന്നു പോവുകയാണ്. UDFിനെ സംബന്ധിച്ചും സമാനമായ രീതിയിൽ തന്നെ മുതിർന്ന പ്രബലരായ എല്ലാ നേതാക്കളും ഇവിടെയുണ്ട്. ഈ UDFിന്റേത് വഴിക്കടവ് എടക്കര പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് പര്യടനം നടക്കുന്നത്. NDAയും സമാനമായ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പര്യടനം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ വരുന്ന പരിമിതമായ ദിനങ്ങളുള്ളതുകൊണ്ട് തന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ ഇറക്കാനുള്ള ശ്രമത്തിലാണ്. 13-ാം തീയതി പിണറായി വിജയൻ മുഖ്യമന്ത്രി നിലമ്പൂരിലെത്തുന്നുണ്ട്. 3 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടാകും. 14-ാം തീയതി UDF പ്രിയങ്ക ഗാന്ധി എത്തിക്കുന്നുണ്ട്. തൃണമൂൽ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ 15-ാം തീയതി യൂസുഫ് പത്താൻ MP എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസും സ്റ്റാർ ക്യാമ്പയിനേഴ്സും അടക്കം വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ കളം നിറയും. ഇനി പ്രചാരണ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ സകല വിഷയങ്ങളും പാൻ കേരള വിഷയങ്ങളും മണ്ഡല വിഷയങ്ങളും കറപ്ഷൻ, അഴിമതി, വന്യമൃഗ സംഘർഷം അടക്കം ചർച്ച ചെയ്യാൻ മണ്ഡലത്തിൽ ഏറ്റവും പുതുതായി ചർച്ച ചെയ്യപ്പെടുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ UDF പിന്തുണയും അതേസമയം PDPയുടെ LDF പിന്തുണയുമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ UDF പിന്തുണ വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത സ്ഥാപനമായി UDF മാറിയെന്ന LDF വിമർശനത്തിന് മറുപടിയായി UDF ഉയർത്തുന്നത് PDP പിന്തുണയാണ്. PDP LDFിനെ പിന്തുണയ്ക്കുന്നത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരുടെ പിന്തുണ തന്നെയല്ലേ എന്ന ചോദ്യം മറിച്ച് ചോദിച്ചുകൊണ്ടാണ് LDFിന്റെ പ്രതിരോധം. അങ്ങനെ പല വിഷയങ്ങൾ ചർച്ചയാകുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമി PDP LDF UDF പിന്തുണയോട് ചർച്ചയാകുന്നതോടെ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഗോത ചൂടുപിടിക്കുകയാണ്. വീറും വാശിയുമുള്ള പ്രചാരണ ആവേശത്തിനായിരിക്കും വരും ദിവസങ്ങളിൽ നിലമ്പൂർ ജനതയും നിലമ്പൂർ മണ്ണും സാക്ഷ്യം വഹിക്കുക. SK, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് സുഹൈൽ മുഹമ്മദാണ്.